ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടാക്കോൽ അനിമേ ചാനൽ. സോ എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗാച്ചിക്കൂട്ട എന്ന് പറയുന്ന ഒരു അനിമയാണ് ഡിസ്കസ് ചെയ്തത്. അതൊരു റിവെഞ്ച് അനിമയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടം സീസണിൽ ഗാച്ചിക്കൂട്ടയുടെ കൂടെ ഇറങ്ങിയ ഒരു അനിമയാണ്. പേര് ടൊങ്കൻ അങ്കി. സോ ഇതും ഒരു റിവെഞ്ച് അനിമയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ കിടിലും പൊളിയാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇതിന്റെ കൂടെ തന്നെ അതിന്റെ റീക്യാപ്സും കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം കാണുക. സോ അല്ല, പൊളിയാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നേ. കിടിലം ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെയാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ കാച്ചിക്കൂട്ടയുടെ ഒരു ഇത് ഫൈറ്റ് സീനുമായിട്ട് നമുക്ക് ഇതാക്കാം. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പവറാണ്. ഇത് നിങ്ങൾ ആ ഫൈറ്റ് സീൻ കാണും. ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. ഷിക്കി ഇജിനോസ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ എന്ന് പറയുന്നത്. സോ അവനൊരു ഓണിയാണ്. ഓണി മീൻസ് ഡീമൻ, രാക്ഷസനാണ്. സോ ഗായ്സ്, ഇതില് രണ്ട് തരം പീപ്പിൾ ആണ് ഉള്ളത്. ഒന്ന് ഓണി ഡീമൻ പീപ്പിളും, ഒന്ന് മൊമോത്താരോ എന്ന് വെച്ചാൽ ഡീമനെ സ്ലേ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും. എന്ന് വെച്ചാൽ ലോകത്ത് പീസ് വേണം, എന്ന് വെച്ചാൽ സമാധാന ശാന്തി വേണം എന്നുള്ളൊരു ടീമും ഉണ്ട്. സോ അവർ തമ്മിലുള്ള ഫൈറ്റ് ആണ് ഇത്. ഫൈറ്റ് എങ്ങനെ തുടങ്ങണമെന്ന് വെച്ചാൽ, ഈ മൊമോത്താരോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ക്യാപ്റ്റൻ ഈ നമ്മുടെ ഷീക്കി ഇച്ചിനേഴ്സിനെ കൊച്ചിലെ അവന്റെ കയ്യിൽ കിട്ടി. സോ അവര് ഡീമൻ ആണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു കൊച്ചുകുട്ടി ആയതുകൊണ്ട് അവനെ വിളിച്ചു വളർത്തിയിട്ടുണ്ട്. ഒരാളെ ക്യാപ്റ്റൻ ഒളിച്ചു വളർത്തി. സോ നമ്മൾ ഷീക്കി ഒരു ഡീമൻ ആണെന്ന് ഒരു മൊമോത്താരോ ഓർഗനൈസേഷൻ മനസ്സിലാക്കി. അങ്ങനെ ഷീക്കിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇവനെ ഒളിച്ചു വളർത്തിയ ആ ഒരു ക്യാപ്റ്റൻ, അവന്റെ ഗ്രാൻഡ് ഫാദർ ഇവനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊമോത്താരോ തന്നെ അവന്റെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലും. ആ ഗ്രാൻഡ് ഫാദർ മൊമോത്താരോ ആയിരുന്നു. പക്ഷെ കൊല്ലുമ്പോഴത്തേക്കും ഷീക്കി ഒരു ഡീമൺ ആണെന്ന് അപ്പൊ അറിയത്തില്ല. ഷീക്കിയുടെ പവർ ഹിഡൻ ആയിരുന്നു. ആ സമയത്ത് അവന് ഭയങ്കര ദേഷ്യം വന്ന് അവന്റെ പവർ റിവീൽ ചെയ്യുകയും അങ്ങനെ അവന്റേതായ ഡീമൻസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ ഇവര് അവനെ ഡിസ്കവർ ചെയ്യുകയും അങ്ങനെ അവനെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിയുടെ തുടക്കം. അവിടെയാണ് നമ്മൾ റിവെഞ്ചും സ്റ്റാർട്ട് ചെയ്യുന്നത്.